Guys, we are back with Last World. അപ്പോൾ 8 മാസം എങ്ങനെയായി ഞാൻ ലാസ്റ്റ് വേൾഡ് ഇട്ടിട്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂ ഗെയിം കൊടുക്കാം. സോ നമുക്ക് എന്തെങ്കിലും ഗെയിം സ്റ്റാർട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലില്ലേ ഓക്കെ പാൽ ബോക്സ് ടെക്നോളജി പോയിന്റ് 0 ടെക്നോളജി പോയിൻ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയും ഒരു ആക്സ് അൺലോക്ക് ചെയ്യണം. അതിനാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ഇത് കൊടുക്കാം. സോ നമുക്ക് ഇത് അൺലോക്ക് ചെയ്യുന്ന ടെക്നോളജി പോയിൻ്റ് ആണോ? ടെക്നോളജി പോയിൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇടിക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് ഒച്ച കൂട്ടിയിടാം. നമുക്ക് കൂടി വരുന്ന കേട്ടോ. ഓക്കെ, നമുക്കൊരു വീട് ഇവിടെ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗ്രൗണ്ട് വെച്ചൊരു വീടുണ്ടാക്കാം. നമ്മുടെ ബേസിൽ തന്നെ ഒരു വീടുണ്ടാക്കാം. അപ്പം നമ്മുടെ ബേസ് ഇതാണ്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറം ഒന്ന്, അതിൻ്റെ തൊട്ടടുത്ത് ഒന്ന്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി വുഡ് എടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ വുഡ് നിറയെ വേണം. പ്ലേസ് ബ്ലോക്ക് ഗ്രൗണ്ട്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാണ്ട് ചണ്ടിക്ക് സ്റ്റോണുണ്ട്. സ്റ്റോണിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ട്രീ പഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 ടെക്നോളജി പോയിന്റ് ഇതാണ് കിട്ടുക. പ്ലേസ് ബ്ലോക്ക്. ഫസ്റ്റ് നമുക്കൊരു ഡോറ് വെക്കാം. ഇത് കഴിഞ്ഞു. ഓക്കെ, നമുക്കിപ്പോൾ ഈ മലേൻ്റെ മുകളിൽ കയറാം. പിന്നെ ഒരു സ്ഥലമുണ്ട് കേസ്, എനിക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ആട് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാട്ടിൽ പോവാം. ഇവിടെ നിറയെ വുഡ് ഉണ്ടാവും. ഓക്കെ ഓക്കെ നമുക്ക് നിറച്ച് വുഡ് വേണം. അയ്യോ, ഞാൻ അറിയാതെ വേറെ അടിച്ചു. ഇവരിന് തീർക്കാൻ എനിക്ക് വേറെ വഴിയില്ല. നമുക്ക് വേഗം അവനെ അങ്ങോട്ട് വെക്കാം. വേഗം നമുക്ക് കൊല്ലണം. എൻ്റെ ഹെൽത്ത് ഏകദേശം കഴിഞ്ഞു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈമാ. അല്ല, ഇത് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ? കണ്ടിന്യൂ ഗെയിം കൊടുക്കും. സോ നമ്മുടെ കയ്യിലുള്ളതെല്ലാം പോയാ? എല്ലാം പോയി, ഒന്നുമില്ല ഇപ്പം എൻ്റെ കയ്യിൽ. സത്യം പറഞ്ഞ നമുക്ക് എങ്ങനെയുള്ള 2 ടെക്നോളജി കൊണ്ടിരിക്കണോ? നമുക്ക് വേഗം ഓടാം. എന്നിട്ട്
തവണ ശ്രദ്ധിച്ചിരിക്കണം അടിക്കുമ്പോൾ. അല്ല, ഇവിടെ ഞാൻ വെച്ച് വീട് കാണത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ട്രീ പഞ്ച് ചെയ്തെടുക്കാം. സോ ഇവിടെ ചെറിയ ഇടിയൊക്കെ ഉണ്ട്. നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇടിയുണ്ട്. സോ അടുത്തിന് വാള് വെക്കുക. ഈ സൈഡിലായിട്ട് വിൻഡോ വെക്കുക. അടുത്ത നമ്മൾ എന്തായാലും വിൻഡോ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇവനാണ് കൊന്ന ഈ സാത്താൻ. ഓക്കെ, വുഡ് കിട്ടി തുടങ്ങി. ഓക്കെ, പാൻ ചെയ്ത്. ഓക്കെ, നമുക്കിനി 2 ഇത് വെക്കാനുള്ളതുണ്ടാവും. ഓടിപ്പോവാം. ഓക്കെ, ഒരു വാള്. ഇനി നമുക്ക് ഓക്കെ, നമുക്കിനി വിൻഡോ ആണ് വെക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, വെച്ചിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി വീടുണ്ടാക്കണം. ഇത് ഫ്രണ്ട് ഫ്ലിപ്പ് അടിക്കും. 2 ജമ്പ് കൊടുത്താൽ. ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു 5 പത്രം കൂടി വേണം. പാഡ് വരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നമുക്ക് ഇടിച്ച് ഇതാക്കാം. അല്ലേ വേണ്ട, ഇത് ഫുള്ള് പഞ്ച് ചെയ്ത് എടുത്തിട്ട് പോവാം. പ്രതീക്ഷിക്കാം. 40 വുഡ് ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. നമുക്ക് പിന്നെ ബിൽഡ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഒരു 5 വുഡ് കൂടി കിട്ടിയാൽ മതി. ഓക്കെ ഓക്കെ, ഇനിയും വുഡ് വേണം നമുക്ക്. ഓക്കെ ഓക്കെ, പിടിച്ച് ഉണ്ടാക്കണം. ഓ ആഡ്. അപ്പം നമുക്ക് കുറേ വുഡ് ഉണ്ട്. ഓ പ്ലേസ് ബ്ലോക്ക്. ഇനി നമുക്ക് പ്ലേസ് ബ്ലോക്ക്, വാൾ. ഓക്കെ, നമുക്ക് ഇനിയും വുഡ് വേണം.
സൗണ്ടില്ല തീരെ. ഓക്കെ, നമുക്കപ്പോൾ ഇനി തിരിച്ചു കയറാം. വേഗം തിരിച്ചു കയറാം നമുക്ക് കരയ്ക്ക്. വേഗം പോവാം അങ്ങോട്ട്. ഓക്കെ, ഇവിടെ വെക്കാം നമുക്ക്. ഓ, നമുക്ക് ജനലിൽ കൂടി കയറാൻ കഴിയും. അപ്പോൾ ആൾക്കാർ മറ്റേ വരുമ്പോൾ അവരുടെ വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനൽ വഴി കയറാം. അവർ ഡോറ് ക്ലോസ് എല്ലാം ആക്കിയിട്ട്, അല്ല ഡോറ് ഇല്ലെങ്കിൽ ഓക്കെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണം എങ്ങനെയും. ഓക്കെ, ഓക്കെ, ഓക്കെ. നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാൻ വീണ്ടും വാൾ. ഓക്കെ, ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് ഇനി നമുക്ക് റൂഫ് മാത്രം വെച്ചാൽ മതി. ഓക്കെ, സോ സ്കൂളിപ്പോൾ തുറക്കാനായി. സോ എനിക്കറിയാം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും ഇത് അല്ലേ. ചിലരുണ്ട് സന്തോഷപ്പെടുന്ന. ഓക്കെ, ഓക്കെ, യെസ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി ക്ലെയിം. ഓക്കെ, അപ്പോൾ നമുക്കിനി വേഗം അങ്ങോട്ട് പോകാം. കാരണം ഇത് ഞാൻ ക്ലെയിം ചെയ്യാനുള്ള കാരണം ഇതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ ഇതുണ്ടാക്കുക, ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നതല്ലേ, അത് ആക്ച്വലി ഉണ്ടാക്കുക അതുകൊണ്ടാണ്. ക്രാഫ്റ്റ് നമുക്കപ്പോൾ പോക്കി ക്യൂബ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേഗം പോയി കുറച്ച് വുഡ് മൈൻ ചെയ്തെടുത്ത് വീട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഇനിയും വുഡ് വരുത്താൻ പറ്റും. സേവ് ആൻഡ് ഹോം, കണ്ടിന്യൂ ഗെയിം ഓടുക. ഓ ഇപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇതിവിടെ പോലെല്ലാം നോക്കിക്കാം. ഏയ് ഇല്ല, നമുക്ക് ഇവിടുന്ന് തന്നെ ബിൽഡ് ചെയ്യാം എങ്ങനെ പോയാൽ. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മാസമായി ഗൈസ്. ഓക്കെ,
ജനലിൽ കൂടി നമുക്ക് കയറാം. റൂഫ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ചാടി കയറാനൊക്കെ പറ്റും. നമുക്കിനി സേവ് ആൻഡ് ഹോം, എന്നിട്ട് വീണ്ടും വരാം. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ ആഡ് വരും, അതാണ്. ഓക്കെ, നമ്മുടെ ഇത് ക്രാഫ്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഓക്കെ. നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ കയറണമെന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ചാടിക്കയറാം. ഓക്കെ, ഇനി നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 1 2 3 റൂഫ് കൂടി മതി. നമുക്കെന്തായാലും ആദ്യം ഒരുത്തനെ പിടിക്കാം. ഇതിനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സാത്താന മതി. ഓ, സാത്താനല്ലത്, പോടാ. എനിക്ക് സാത്താന മതി, നിന്നൊന്നും വേണ്ട. ഓക്കെ, എനിക്ക് സാത്താനെ പിടിക്കണമെന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. അയ്യോ, ഞാൻ വീണ്ടും താഴെ പോയി. ഇതിൻ്റെ മുകളിൽ കയറലാക്കി ഇമ്പോസിബിൾ ഒന്നുമല്ല, നമുക്ക് നോക്കിയാൽ വേണേ പറ്റും. ഈയോ, സിമ്പിൾ, ഈസി പീസി. ഇവിടെ നമുക്കൊരു അരുവി ഉണ്ട്. അരുവി മീൻസ് വെള്ളച്ചാട്ടമാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. സോ ഇതെന്താണ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നത്? നമുക്ക് ഇതിലൂടെ ഒരു വഴി ഉണ്ട്, ആ വഴി പോയി നോക്കാം. അതാ സാത്താൻ, എൻ്റെ ലക്ഷ്യം. എനിക്ക് അവൻ്റെ അടുത്തോട്ട് വേഗത്തണം. ഇവനെ കുറച്ച് അടിച്ച് ലൈഫ് കുറയ്ക്കണം, എന്നിട്ടേ പറ്റത്തുള്ളൂ. കുറച്ചാക്കിയിട്ട് നോക്കാം അവനെ പിടിക്കാം. എടാ, അയ്യ, ഇത് വർക്കായില്ല. കണ്ടിന്യൂ ഗെയിം. ഓ, ആഡ്. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് വേൾഡ് മാറ്റിയാലോ? ഇതൊരു സുഖം തോന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏതാ ഗെയിമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇടാൻ പോകുന്ന ക്രാഫ്റ്റ് വേൾഡാണ്. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ആവാൻ കാത്തിരിക്കാം. പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്കൈ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ജോയിൻ സെർവർ. ഓക്കെ, സെർവർ CPE വേൾഡ്. ഓക്കെ,
ഓക്കെ, അപ്പം നമുക്ക് എന്താ ക്രിയേറ്റീവ് വേൾഡ് ഇടാം. ടേർട്ടിൽസ് വെല്ലോടാവ്. ലെറ്റ്സ് ഗോ. റിപ്റ്റൈഡ് 3 നമുക്ക് പറക്കാൻ പറ്റണ്ടാണ് ശരിക്കും. പറക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതെടുത്ത് മാറ്റാം. ഓക്കെ, നമുക്ക് വെപ്പൺസ് എടുക്കാം. എന്തെല്ലാം ഉണ്ടല്ലോ. ഓ, അടുപ്പ്. ഓക്കെ, ഇതുകൊണ്ട് എന്താണ് ശരിക്കും കാര്യം? ഡേലൈറ്റ് സെൻസർ. നമുക്കിത് ഇതെന്താ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, നമുക്കിതെന്താന്ന് വെച്ച് നോക്കാം. ഇതൊന്നില്ല, ഇതൊരു കാര്യമില്ലാത്തൊരു സാധനം. ഡിസ്ക് ഫ്രാഗ്മെന്റ്. ഓക്കെ, സ്പൈ ഗ്ലാസ് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ ഷിയേഴ്സ്. ഇതിനെ കാണണം. വെയിറ്റ്, നമുക്ക് ഷിയേഴ്സ് എൻചാൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഷിയേഴ്സ് എൻചാൻറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, കുറച്ച് ഒച്ച കൂട്ടിയിടാം. എന്താണിതുള്ളത്? വാട്ടർ ബ്രീത്തിങ്. നമുക്കൊരു ഷീപ്പിനെ കിട്ടണം. ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് ഉറങ്ങി രാവിലെ ആക്കിക്കാം. ഓ, ഗോൾഡ് സെറ്റുള്ള സോംബി. സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് അവിടുന്ന് ഒരുത്തന്നെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്നും കാര്യമാക്കണ്ട ഗൈസ്. ഓക്കെ, ഓക്കെ, റൂമിൻ്റെ പോർട്ടൽ ഉണ്ട് ഇവിടെ. ചെസ്റ്റും ഉണ്ട്. ഓക്കെ, നമുക്കിതെന്തായാലും എടുത്ത് കയ്യിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് കാർ ചാർജ് എടുക്കാം. ഓക്കെ, ഓക്കെ, ഞാനപ്പോൾ ഇതുവരെ ആൻഷ്യൻ്റ് സിറ്റീസ് കണ്ടിട്ടില്ല ഗൈസ്. സോ ഏറ്റവും റെയർ ഇതേതാ അറിയുക ഗൈസ്? ഏറ്റവും റെയർ വൂള് അതാണ് പിങ്ക് ഷീപ്പിൻ്റെ വൂള്. അപ്പോൾ നമുക്ക് സസ്പീഷ്യസ് സാൻഡ് എടുക്കണം. ഓക്കെ, സസ്പീഷ്യസ് സാൻഡ് കിട്ടി. ചില ടൈമിൽ നമ്മൾ ബ്രഷ് കൊണ്ട് ഈ സസ്പീഷ്യസ് സാൻഡ് ഉരച്ച് നോക്കിയാൽ നമുക്ക്
എന്തെങ്കിലുമൊക്കെ ലൂട്ട് കിട്ടും ചില ടൈം. ഇതിലെന്ത് കിട്ടും നോക്കുക. ഇത് നോർമൽ സാൻഡായി. അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ സ്പൈ ഗ്ലാസ്സും ഉണ്ട്, നമുക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണാം. അത് നിങ്ങൾക്ക് അറിയണ്ടാവും. ഓ ആഡ് ഓക്കെ. നമുക്ക് പാൻ വീൽസ് എടുത്ത് കയ്യിൽ നിന്ന് കളയാം. ഓക്കെ ഓക്കെ. ഷിയേഴ്സ് നമുക്കിതെടുത്ത് കയ്യിൽ നിന്ന് മാറ്റാം. ടോട്ടം ഓഫ് ഉണ്ടായി. സ്നോബോൾ ഓക്കെ. എന്താണ് സോ ഒറിജിനൽ മൈൻക്രാഫ്റ്റിൽ മെയ്സ് ഉണ്ടാവും. മെയ്സ് എന്ന് പറഞ്ഞ വെപ്പൺ. ക്യാൻഡിൽ, ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ. എവിടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലൊക്കെ പണ്ട് തൊട്ട് എപ്പോഴും എടുത്ത് കയ്യിൽ വെക്കുന്നതിന് ഞാൻ. വെയിറ്റ്, ഇത് എയറിൽ നിൽക്കുന്ന തീ. സോ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചുതരാം. സോൾ സാൻഡ് നമുക്ക് അതിന് ആദ്യം വേണം. ചിലവർക്കൊക്കെ അറിയുണ്ടാവും ഞാൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അറിയാത്തവർക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോൾ സാൻഡ് എവിടെ? സോൾ സാൻഡ് നമുക്ക് അത്യാവശ്യമാണ്. മഡ്, സോൾ, സോൾ സാൻഡ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എനിക്ക് കയ്യിൽ വേണോ? ഓക്കെ, സോ നമുക്ക് സോൾ സാൻഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിലുള്ള തീ കത്തിച്ചാൽ നീല തീ കത്തും. നമുക്ക് ഓവർ വേൾഡിൽ അപ്പം നീല തീ ഉണ്ടാക്കാൻ കഴിയും. നമുക്കൊരു സ്ക്വയർ പോലെ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ആണ്. പീസ് ഔട്ട്.